ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് +1 അറബി പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കാറുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വരാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് തന്നിട്ട് നമുക്കൊരു ബോക്സിലോ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, താഴെ പോയിന്റ്സുകളായിട്ട് എന്ത് ചെയ്യും, നമ്മളോട് ആ പാരഗ്രാഫിൽ നിന്ന് ഇസ്മ്, ഫിഅല്, ഹർഫ് ഇത് കണ്ടെത്താൻ വേണ്ടി പറയും. ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൗൺസ് ആണ് അല്ലേ. നൗണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരുകളാണ് അല്ലേ. പേരുകളാണ് എന്ത് പറയുക, പിന്നെ ഇസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയോ പിന്നെ ഫിഅല് എന്ന് പറഞ്ഞാൽ വെർബുകളാണ് അല്ലേ. വെർബുകളാണ് എന്ത് ഫിഅല് എന്ന് പറഞ്ഞാൽ. ഹർഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെറ്റേഴ്സ് എന്നുള്ള, പക്ഷെ ഇവിടെ ഹർഫ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടെത്തണമെങ്കിൽ സർ അതെങ്ങനെ ഞങ്ങൾക്ക് പറ്റും? ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും പാരഗ്രാഫ് കൊടുക്കും, ഞങ്ങൾക്ക് എല്ലാത്തിനും മീനിങ് മനസ്സിലായാലല്ലേ ആ വേർഡ് പേരാണോ വെർബാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ നമുക്ക് അത് കണ്ടെത്താനുള്ള ചില ഐഡിയകളും ട്രിക്കുകളുണ്ട്. സാറ് വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകണം. അതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് കിട്ടി കഴിഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട്, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 1, 2, 3 തവണ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് നല്ല പോലെ വായിക്കണം. ഓക്കെ, അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നേരം ഈ പാരഗ്രാഫിൽ എന്ത് ചെയ്യും, ഹർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറബിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഫി, അല, ഇല, മിൻ, പിന്നെ അതേപോലെ തന്നെ മഅ, ഇങ്ങനെയൊക്കെ വരുന്ന കുറേ വാക്കുകളുണ്ടാവും അല്ലേ. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ആകെ കുറച്ച് വാക്കുകളുള്ളൂ. ഇതാണ് എല്ലാ സ്ഥലത്തും വരിക. ഇവിടെ അതുണ്ടാവും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഫീ അല്ലേ, അതേപോലെ തന്നെ ഇവിടെ ഫീ ഉണ്ട്, ഇവിടെ മിൻ ആവർത്തി ചെയ്തേണ്ട ആവശ്യമില്ല അല്ലേ. ഓക്കെ, ഇവിടെ ഫീ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. അപ്പോൾ ഇതിലുള്ള ഏതൊക്കെ വാക്കുകൾ ഈ ഫി, അല, ഇല, മിൻ എന്നൊക്കെ പറഞ്ഞ ലീ, അൻ എന്നൊക്കെ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ. ലീ, അൻ, ലീ ഉണ്ടാവും, അതേപോലെ തന്നെ അൻ ഉണ്ടാവും. ഇങ്ങനത്തെ അറബി ഭാഷയിൽ കുറച്ചൊരു വാക്ക് നമ്മൾ ഒരു വിരലിൽ എണ്ണാവുന്ന താഴത്ത് വാക്കും. ഇത് നമ്മളെ കണ്ടാൽ മനസ്സിലായാൽ മതി. ഈ ടൈപ്പ് സാധനം ഇതിൽ ഏതൊക്കെ ഉണ്ട് നോക്കുക. അതിനെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹർഫിൻ്റെ കോളത്തിൽ എഴുതുക. അതോടുകൂടി അതാണ്ട് കഴിഞ്ഞു. ഏറ്റവും എളുപ്പം എഴുതാൻ പറ്റുന്ന ഹർഫാണ്. അപ്പോൾ ഇത് മീനിങ് ഒന്നും അറിയണ്ടല്ലോ, ഇത് എഴുതാൻ പണിയല്ലോ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ തരാം, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അടുത്തത് കണ്ടെത്താൻ ഏറ്റവും എളുപ്പം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇസ്മുകളായിരിക്കും. ഇസ്മുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കട്ടോ. ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ മീനിങ് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്നതിനിടയിൽ അൽ വെച്ചിട്ട് ഏതൊക്കെ വാക്ക് വരുന്നുണ്ടോ, ആ അല്ല് വെച്ച് തുടങ്ങുന്ന എല്ലാ വാക്കും എന്തായിരിക്കും, ഇസ്മായിരിക്കും. നിങ്ങൾ ഇങ്ങനെ നോക്കിക്കോളി. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവും, ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ അൽ ഫുർസത്ത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ അൽ വെച്ചിട്ടുള്ള വാക്കുകളൊക്കെ കണ്ടെത്തി. ഇതിൽ ഒറ്റ വാക്കുള്ളൂ, അൽ ഫുർസത്ത്. അപ്പോൾ അൽ വെച്ചുള്ള ഏതൊക്കെ, അൽ മദ്രസ, അൽ മക്തബ്, അഷാരി, ഇങ്ങനെ കുറേ വാക്കുകൾ, അൽ ബൈത്ത് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഏത് വന്നാലും അൽ വെച്ചിട്ടാണോ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ എഴുതാം. രണ്ടാമത്തത് അവസാനിക്കുന്നത് ത് എന്നുള്ള അക്ഷരം. ത് എന്നുള്ള അക്ഷരത്തിൽ എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നുണ്ട് എങ്കിൽ അതെന്തായിരിക്കും, അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, അത് ഇസ്മായിരിക്കും. ഇങ്ങനെ നോക്കി നോക്കാം നമുക്ക്. മദ്രസത്ത്, സാനവിയത്ത്, ആലിയത്ത് അല്ലേ. പിന്നെ അതേപോലെ തന്നെ വേറെ വാക്കുണ്ടോ, വേറെ വാക്ക് നിലവിൽ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ആ എന്ത് ചെയ്തു, രണ്ട് മനസ്സിലായി. അല്ല് വെച്ചുള്ള വാക്ക് കണ്ടെത്തിയത് പണിയില്ലല്ലോ, മീനിങ് അറിയണ്ടല്ലോ, വേണ്ട. താകൾ വെച്ച് കൊഞ്ഞി കണ്ട അതും വേണ്ട, കുഴപ്പമില്ല. ഇനി നമ്മൾ അടുത്തത് നോക്കേണ്ടത് എന്താണ്, അടുത്തത് നോക്കേണ്ടത് ഏതെങ്കിലും വാക്ക് അവസാനിക്കുമ്പോൾ ഹു, അതല്ലെങ്കിൽ ഹ, പിന്നെ അല്ലെങ്കിൽ ക, കും എന്നൊക്കെ വാക്കുകളൊക്കെ അല്ലേ. ഹു, ഹ, അതല്ലെങ്കിൽ പിന്നെ ക, അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, കും എന്നൊക്കെ അവസാനിക്കുന്ന വാക്കുകൾ ഉണ്ടാവും. ഏതെങ്കിലും വാക്കിൻ്റെ ലാസ്റ്റിൽ ഇങ്ങനെ ഉണ്ടോ നോക്കുക. ഈ വാക്കുകളൊക്കെ അവൻ്റെ, അവളുടെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ എന്നൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ എന്തിൻ്റെ കൂടെ വരുള്ളൂ, ഇസ്മുകളുടെ കൂടെ വരുള്ളൂ. അപ്പം നമ്മൾ നോക്കുക. ഇങ്ങനെ നോക്കണ സമയത്ത് നമുക്ക് ഹു, ഹാ വരെ വാക്കുണ്ടോ, ഇങ്ങനെ നോക്കുന്നത് വാലിദു ഹു അല്ലേ. അതേപോലെ തന്നെ ബൈത്തിഹി അല്ലേ, വാലിദു ഹു ഇവിടെ ഉണ്ട്, ഇവിടെ ഹയാത്തിക്ക ഉണ്ട് അല്ലേ. ഇങ്ങനത്തെ കുറേ വാക്കുകൾ ഉണ്ടാവും അല്ലെ, ദിറാസത്തിക്ക. ഓക്കെ, അപ്പോൾ ആ വാക്കൊക്കെ എന്താണ്, ആ വാക്കുകൾ എന്ത് ചെയ്യുക, ഈ ഹു, ഹാ, കാ, കീക്കും ഒഴിവാക്കിയിട്ടാണ് എഴുതേണ്ടത്. ഞാൻ അത് കൂട്ടി എഴുതാനും കുഴപ്പമില്ല, അത് ഒഴിവാക്കുമ്പോൾ കൂടുതൽ പെർഫെക്ഷൻ ഉള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ഏറെക്കുറെ എന്തായി, ഇത് നിങ്ങൾ എഴുതുന്നോട് കുറേ വാക്കുകൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി വേറൊരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് ഉണ്ട്. അത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് തരുന്ന പാരഗ്രാഫിൽ ചിലപ്പോൾ ഹർക്കത്ത് ഫത്തവും കസറും ലൊമ്മൊക്കെ ഇട്ടതും ഉണ്ടാവും, ഇടാത്തതും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഫത്തവും കസറും ലൊമ്മ ഇട്ടിട്ടാണ് തന്നിക്കണമെങ്കിൽ ഒരു സുഖം കൂടി നമുക്ക് ഉണ്ടെന്നല്ലോ. ഏതെങ്കിലും വാക്ക് അവസാനിക്കുന്നത് 2 ഫത്തഹോ 2 കസറോ 2 ലൊമ്മോ ഉണ്ടെങ്കിൽ
അതെന്തായിരിക്കും? അത് നിർബന്ധമായിട്ടും ഇസ്മിനെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുക. ഫണ്ട് ഫത്തഹോ 2 കസറ 2 ലൊമ്മോ ഏതെങ്കിലും വാക്കിന് ഇതിലുണ്ടെങ്കിൽ, ഇവിടെ ഇതിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇങ്ങനെ വരുമ്പോൾ മദ്റസത്തിൻ 2 ഉണ്ട്, ശരിക്കത്തിൻ 2 പിന്നെ കസറുണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന്, ഇതിൽ ഏതെങ്കിലും സ്ഥലത്തിൻ്റെയോ ഇതിൽ ബാബു ഒരു പേരാണ് അല്ലേ, കാലിക്കൂത്ത് കോഴിക്കോട് ഒരു പേരാണ്, മുഅല്ലിം അധ്യാപകൻ്റെ, ഇങ്ങനെ തോലിബിന് വിദ്യാർത്ഥി, ഏതെങ്കിലും ആളുടെയോ മൃഗത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ എന്തിൻ്റെങ്കിലും പേര് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അത് വായിച്ചപ്പോൾ എന്തെങ്കിലും പേര് നിങ്ങൾ കാണുന്നുണ്ടോ, സകല പേരുകൾ നിങ്ങൾ എടുത്ത് എന്ത് ചെയ്തോളി, ഇതിൽ എഴുതിക്കോളി ഉണ്ടോ. അപ്പോൾ അല്ല് വരുന്നത്, താ വരുന്നത്, ഹു ഹാ കാക്കും ഈ ടൈപ്പ് സാധനങ്ങൾ കൊണ്ട് അവസാനിക്കുന്നത്, 2 ഫത്ത് 2 കസർ 2 ലൊമ തൻമീൻ കൊണ്ട് അവസാനിക്കുന്നത് എന്തെങ്കിലും പേര് ഇത് എഴുതിയാണ്ടല്ലോ, നിങ്ങളത് ഇങ്ങനെ താഴത്ത് ഏറ്റവും കൂടുതൽ ഇസ്മ ഉണ്ടാവുക, താഴത്ത് കണ്ട് പോകും, കുറേ കിട്ടും. ഒരർത്ഥം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇസ്മ ഇത് അടിച്ച് പൊളിച്ച് എഴുതാം. ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെർബ്. ഇതിലേറ്റവും കുറവ് മിക്കവാറും ഫിലായിരിക്കും കുറയുക സാധാരണ ഏത് പാരാഗ്രാഫിൽ. അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം. അത് നിങ്ങൾ നോക്കേണ്ടത് ഫഅല എന്നുള്ള മോഡലിലെ വാക്കുണ്ട് നോക്കുക. ഫഅല, ദഹബ, കതബ, അത് നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകൾ ഇതിലുണ്ടോ എന്ന് നോക്കുക. അപ്പം അങ്ങനത്തെ വാക്കുകൾ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, അത് പിന്നെ അത് ഇതിൽ വരും. അങ്ങനത്തെ വാക്കാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ദഹബ, പിന്നെ അതേപോലെ തന്നെ ദഹബ, ദഹബത്ത്, ഫഅല ആവാം, അല്ലെങ്കിൽ ഫഅലത്താവട്ടോ. ഫഅല, ഫഅലത്ത്, ദഹബ, ദഹബത്ത്, കത്തബ, കത്തബത്ത്, ഈ മോഡലിൽ വരുന്ന വാക്ക് ഇതിലുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതെന്താണ്, അത് പിന്നെ ഫിലായിരിക്കും. രണ്ടാമത്തെ നിങ്ങൾ നോക്കണം, യഫ്അലു, യദ്ഹബു, പിന്നെ അതേപോലെ തന്നെ യഫ്അലു, അതല്ലെങ്കിൽ തഫ്അലു, താ കൊണ്ട് തുടങ്ങുന്നുണ്ടാവും, തഫ്അലു. ഇത് 2 കൊണ്ട് തുടങ്ങുന്ന വാക്ക് ഇതിലുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതും എന്തായിരിക്കും, അതും. അപ്പോൾ ഇതിൽ ഉദാഹരണത്തിന് നോക്കാം, നമുക്ക് ഇങ്ങനെ യദ്റുസു ഉണ്ടോ, ഇതാണ്. ഇങ്ങനെ വരുമ്പോൾ യഅമലു ഉണ്ടോ, ഈ മോഡലിൽ വരുന്നതാണ്. ഇങ്ങനെ പോകുമ്പം അപ്പോൾ ആ വേർഡുകളൊക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് നല്ലോണം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതെന്ന് തോന്നുന്നു ഉറപ്പുള്ള മാത്രം എടുത്ത് എഴുതിയാൽ മതി, എല്ലാം കൂടി എടുത്ത് എഴുതണ്ട. നിങ്ങൾ ഇതിലുള്ള എല്ലാ വാക്കുകളും ഫിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇസ്മ തോന്നുന്നത് എഴുതുക, ഇതിൽ നിങ്ങൾ ഫ്രീൽ തോന്നുന്നത് എഴുതുക, ഹർഫ് എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി. അല്ല ഇതിലെല്ലാ വാക്ക്, ഇപ്പോൾ ഒരു വാക്ക് കണ്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവണം എന്താണെന്നുള്ളത്, നിങ്ങളത് എഴുതണ്ട, കാരണം വാക്കിന് ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനുണ്ടോ ഉറപ്പിച്ചോളി. കാരണം ഒരിക്കലും ഇസ്മുകൾക്ക് എന്ത് വരൂല, സുക്കൂന് വരൂല അല്ലേ. അതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനുള്ള ഏതല്ലാത്ത ഹർഫല്ലാത്ത, ഇവിടെ അൻ മിന്നൊക്കെ സുക്കൂന് വരും, അതിൽ പെടൂല കേട്ടോ. നോർമലി ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെ ഉണ്ടോ, ലാ തക്സൽ, ഇജ്തഹിദ്, ഇങ്ങനെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനുണ്ടോ കണ്ണ് പൂട്ടി ഒരു മീനിങ്ങും അറിയില്ലെങ്കിൽ ധൈര്യം ചെയ്തിക്കൂല വാക്ക്, അതെന്തായിരിക്കും, അത് ഇതായിരിക്കും. പിന്നെ നോർമലി അധിക കേസുകളിലും ലാ എന്ന്, ലാ തക്തുബ്, ലാ തഫ്അൽ, ലാ തജ്തഹി, ലാ, ഇങ്ങനെ ലാ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുണ്ടാവും. ലാ കൊണ്ട് ചെയ്യരുത്, ഒരിക്കലും ഇസ്മ ചെയ്യരുതെന്ന് പറയില്ല. ഫിലിനെ കുറിച്ചുള്ള വെർബിനെ വെച്ച് ചെയ്യരുതെന്ന് പറയാം. ലാ കൊണ്ട് തുടങ്ങുന്നവരുണ്ട്, ലാ തക്സൽ, കണ്ടില്ലേ. ലാ കൊണ്ട് തുടങ്ങുന്ന എന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ ആ വാക്ക് എന്തായിരിക്കും, ഫിലായിരിക്കും. ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞത് ശ്രദ്ധിക്കുക. ഫഅല, ഫഅലത്ത് മോഡൽ വരുന്നുണ്ടോ നോക്കുക. യഫ്അലു, തഫ്അലു മോഡൽ വരുന്നുണ്ടോ നോക്കുക. അതല്ലെങ്കിൽ അവസാനത്തെ അക്ഷരം സുക്കൂനുണ്ടോ നോക്കുക. അതല്ലെങ്കിൽ ലാ കൊണ്ട് തുടങ്ങുന്ന ഏതെങ്കിലും വാക്ക്, ഇതൊക്കെ ഇതിൽ വരും, ഇതൊക്കെ പിന്നെ ഫിലിൽ വരും. ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് അർത്ഥം അറിയുമെങ്കിൽ അങ്ങനെ കണ്ടെത്താം. അർത്ഥം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് അതിനെ ഇസ്മിനെയും ഫിലിനെയും വേർതിരിക്കാൻ പറ്റും. ഇങ്ങനെ വേർതിരിക്കാൻ അറബി മീനിങ് അറിയണോ, വേണ്ട. അതുകൊണ്ട് അറബി മീനിങ് അറിഞ്ഞില്ലെങ്കിലും ഈ മാർക്ക് നമുക്ക് മിസ്സാവരുത്. അടിപൊളിയിൽ മനസ്സിലാക്കിയിട്ട് എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.